വർക്കലയിൽ ടൂറിസം മേഖലയായ പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ച് പഠനം നടത്താൻ നീക്കം. ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചു. അപകടമുണ്ടാകുമെന്ന് ഉറപ്പായ സ്ഥലത്ത് വീണ്ടും പഠനം നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന സംശയത്തിലാണ് ജനങ്ങൾ. 2024 മാർച്ച് മാസം 9 അപകടമുണ്ടായ അതേ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. NETയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചത് എന്നാണ് തമിഴ്നാട് ത്രിച്ചി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ വാദം. പാപനാശം തീരത്ത് 2024 ജനുവരി 1 സംസ്ഥാന സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും ന്യൂ ഇയർ സമ്മാനം എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ 3 മാസം പിന്നിട്ടപ്പോഴേക്കും ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. 20ഓളം പേർ തിരയിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് വർക്കല പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വർക്കലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏകദേശം ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ തന്നെ ചെറിയ പാഴ്ചകൾ ഉണ്ടായിരുന്നു. അത് തിരയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് അതിന് ചെറിയ പൊട്ടൽ സംഭവിച്ചു. ഏകദേശം 15ഓളം ആൾക്കാർക്ക് അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഇത് നിർത്തിവെക്കുകയും ഇതിന്റെ ഓപ്പറേറ്റേഴ്സിനെതിരെ പോലീസ് കേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം NITയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറ്റി ഇത് സ്ഥാപിച്ച് NITയുടെ പഠനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കൂടുതൽ നാൾ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 ദിവസത്തിനകത്ത് അപ്പോഴും പൊട്ടലുണ്ടായി. ഈ തിരയുടെ വ്യത്യാസങ്ങൾ കാരണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊട്ടി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ഇൻസ്റ്റലേഷനാണ് നമ്മൾക്ക് പിന്നിൽ കാണുന്നത്. അത് NITയുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നോട്ടീസ് ബോർഡ് വെച്ചേക്കുന്നത്. പക്ഷേ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു പഠനം, ഈ തിരകള വ്യതിയാനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വർക്കലയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പക്ഷേ അത് പഠനങ്ങൾ നടത്താതെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വർക്കലയ്ക്കൊരു ദോഷമായിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പഠനങ്ങൾ നടത്തി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അഭിപ്രായം. പാപനാശം കടൽ തീരത്ത് ശക്തമായ തിരമാലകളും അടിയൊഴുക്കും ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും നാട്ടുകാരും പറയുന്നത്. കൃത്യതയോടെ പഠനങ്ങൾ നടത്തി മാത്രമേ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നും വീണ്ടും ഒരു അപകടമുണ്ടായി ജീവനുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കരുത് എന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 9/3/2024 തിരയിൽപ്പെട്ട് ഏതാണ്ട് 10-20ഓളം പേർ ഇതിനകത്ത് അപകടത്തിൽപ്പെടുകയും നമ്മുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് അവർക്ക് ജീവഹാനി വരാതെ രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് വീണ്ടും ഇവർ തന്നെ ഇതേ ആൾക്കാർ തന്നെ ഇതിന്റെ അതേ സാധനം തന്നെ വീണ്ടും ഇതിന് ഓപ്പോസിറ്റായിട്ട് സൗത്ത് ക്ലിഫിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വീണ്ടും അവർ ഇൻസ്റ്റാൾ ചെയ്തു. അന്ന് അവർ പറഞ്ഞത് NITയുടെ ഒരു സർവേക്ക് വേണ്ടിയാണ് ഇതിന്റെ ഫീസിബിലിറ്റി ഒക്കെ നോക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. പക്ഷേ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ വീണ്ടും ഇത് പൊട്ടി തകർന്ന് ഒരു സ്റ്റേജിൽ ഇപ്പൊ വീണ്ടും 2 ദിവസമായിട്ട് നമ്മുടെ പഴയ സ്ഥലത്ത് നോർത്ത് ക്ലിഫിൽ പഴയ സ്ഥലത്ത് തന്നെ അതേ ഓണർ അതേ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയി ഇത് കൊണ്ടുവച്ച് അതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിന്റെ സ്റ്റഡിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വർക്കല ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിന്റെ പുരോഗമനം ടൂറിസത്തിന് വേണ്ടി നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനെല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്ന ഒരു ഇതിലുമാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷേ സുരക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് സുരക്ഷയാണ്. അപ്പോൾ ആ സുരക്ഷ ഉത്തരവാദിത്ത ടൂറിസം അത് വേണം. അപ്പോൾ അതില്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യം കൊണ്ടുവരുമ്പം അതിനുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന നമ്മുടെ കടലിന്റെ ഒരവസ്ഥയുണ്ട്. വർക്കല നിവാസികൾക്കറിയാം വർക്കലയിലെ കടലിന്റെ ഒരു അവസ്ഥ. അത് ദിനംപ്രതി ഈ കടലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. HP News 24/7